ഇപ്പോൾ മന്ത്രി കെ രാജൻ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജെയ്സൺ ചാമുളപ്പിൽ, അർജുൻ മട്ടന്നൂർ ഇവരൊക്കെ കുറച്ച് സമയമായി അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ മട്ടന്നൂർ ഉണ്ട് നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, ഇപ്പോൾ നമ്മൾ മന്ത്രിയെ കാണുന്നുണ്ട്. മന്ത്രി ആധാർ കാർഡൊക്കെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ വോട്ട് ചെയ്യാനായിട്ട് എത്തുകയാണ്. അർജുൻ മട്ടന്നൂർ, ഒടുവിൽ കാത്തിരുന്ന മന്ത്രി എത്തി. സുജയ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മന്ത്രി കെ രാജൻ അന്തിക്കാട് KGM LP സ്കൂളിലെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം കുടുംബസമേതമാണ് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ അമ്മ, അതോടൊപ്പം തന്നെ സഹോദരൻ എന്നിവർക്കൊപ്പമാണ് ഇപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ഈ സാധാരണ എല്ലാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് വോട്ട് ഇവിടെ തന്നെയാണ്. അദ്ദേഹം ഒല്ലൂരിലേക്ക് MLA മാറിയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നാളായ അന്തിക്കാട് എന്ന് അദ്ദേഹം വോട്ട് മാറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇവിടെയുള്ള വോട്ടർ പട്ടികയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര്. രാവിലെ 8:30 അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിരുന്നു. വലിയ ക്യൂ ഉണ്ട്. നമ്മൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. അപ്പോൾ വലിയ ക്യൂ ഉണ്ട്. എങ്കിൽ പോലും അദ്ദേഹം 8:30 തന്നെ ഇപ്പോൾ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. വോട്ട് ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളടക്കം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതിനുശേഷം ഈ അന്തിക്കാട് തന്നെയാണ് സംവിധായകൻ സത്യൻ അന്തിക്കാട് അടക്കമുള്ളവരും വോട്ട് ചെയ്യുക. അദ്ദേഹം ഒരു 10 മണിയോട് കൂടിയായിരിക്കും മറ്റൊരു പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ മന്ത്രി കെ രാജൻ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. മറ്റ് ജില്ലയിലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും പല ഇടങ്ങളിലായി, പല പോളിംഗ് ബൂത്തുകളിലായി ഇപ്പോൾ വോട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ടൊവിനോ തോമസ് അടക്കമുള്ളവരും ഇന്ന് വോട്ട് ചെയ്യാൻ എത്തും എന്ന് അറിയുന്നു. നമ്മൾ നടി മഞ്ജു വാര്യരായിരുന്നു വോട്ട് ചെയ്യേണ്ടിയിരുന്ന മറ്റൊരാൾ. നമ്മൾ രാവിലെ അന്വേഷിച്ചിരുന്നു. പുള്ളിൽ മഞ്ജു വാര്യർ വോട്ട് ചെയ്യുന്ന പോളിംഗ് ബൂത്തിലേക്ക് നമ്മൾ എത്തിയിരുന്നു. പക്ഷേ മഞ്ജു വാര്യരും കുടുംബവും ഇപ്പോൾ സ്ഥലത്തില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് എത്താനുള്ള സാധ്യത വിരളമാണ് എന്നും പറയുന്നു. നടി ഭാവന അടക്കമുള്ളവരും ഇത്തരത്തിൽ തൃശ്ശൂർ ജില്ലയിലെ വോട്ടറാണ്. ഭാവനയും വോട്ട് ചെയ്യാൻ എത്തുമോ എന്ന കാര്യം സംശയമാണ്. എന്തായാലും മന്ത്രി കെ രാജൻ വോട്ട് ചെയ്യാൻ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം അന്തിക്കാട് KGM LP സ്കൂളിലെ പോളിംഗ് ബൂത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 6ാമത്തെ വാർഡിലാണ് ഈ പോളിംഗ് ബൂത്തുള്ളത്. ഈ പോളിംഗ് ബൂത്തിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ കുടുംബസമേതം എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നടന്നാണ് കുടുംബസമേതം ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ക്യൂവിലാണ്. വലിയ നീണ്ട നിര തന്നെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി, വോട്ടർമാരുടെ നീണ്ട നിര തന്നെ ദൃശ്യമാണ്. അദ്ദേഹവും ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അർജുൻ, ആ ഒരു ബൂത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? വലിയ നിരയാണ്. പുറത്തൊക്കെ ധാരാളം ആളുകളൊക്കെ നിൽക്കുന്നതും കാണുന്നുണ്ടായിരുന്നു. ശക്തമായ പോരാട്ടം നടക്കുന്ന വാർഡാണോ? സുജിയ, ശക്തമായ മത്സരം നടക്കുന്ന ഒരു വാർഡ് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കാലങ്ങളായി ഇവിടെ CPIയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ UDFനും കോൺഗ്രസിനും ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുന്ന സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഇത്തവണ BJPയുടെ സാന്നിധ്യവും പൊതുവെ തൃശ്ശൂർ ജില്ലയിൽ എമ്പാടുമുണ്ട്. അത്തരത്തിൽ BJP ഇത്തവണ തൃശ്ശൂർ ജില്ലയിൽ കരുത്ത് തെളിയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. പല നഗരസഭകളും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയൊക്കെ തന്നെ അവർ പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു ശക്തമായ പോരാട്ടം നടക്കുന്ന ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്ത്, ആ പഞ്ചായത്തിലാണ് ഇപ്പോൾ മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ വോട്ട് ചെയ്യാനെത്തുന്നത്. എന്തായാലും വലിയ ആവേശകരമായ പോരാട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഇത്തവണ BJP ഏത് തരത്തിൽ നേട്ടമുണ്ടാക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും വോട്ടർമാർ രാവിലെ മുതൽ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. വലിയ ക്യൂ പല ബൂത്തുകളിലും ദൃശ്യമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന KGM LP സ്കൂളിലടക്കം വോട്ടർമാരുടെ നീണ്ട ക്യൂ കാണാം. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരടക്കം കൂടുതലായി രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പരമാവധി നേരത്തെ വലിയ വെയിൽ വരുന്നതിന് മുൻപ്, വലിയ ചൂട് വരുന്നതിന് മുൻപ് വോട്ട് ചെയ്ത് പോവുക എന്നതാണ് പ്രധാനമായും വോട്ടർമാർ. വോട്ട് ചെയ്തതിനു ശേഷമുള്ള മന്ത്രിയുടെ പ്രതികരണത്തിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ വീണ്ടും അർജുനിലേക്ക് എത്താം.